ജോലിക്കാരിയും മുത്തശ്ശനും മരുന്നൊക്കെ കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ മുത്തശ്ശനും അത് കഴിക്കാതെ അതെല്ലാം തന്നെ ഇപ്പോൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഡിറ്റക്റ്റീവിന്റെ സഹായത്തോടു കൂടി തന്നെ നേരത്തെ ആ ഒരു ഗോഡൌണിൽ നിന്നും ട്രക്കൊക്കെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഹെയ്ന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയതെന്നൊക്കെ CCTV ദൃശ്യങ്ങൾ വഴി അവരും ഉറപ്പുവരുത്തുകയാണ്. പക്ഷെ അത്രയും പണമൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇവർ ആരെങ്കിലുമൊക്കെ അറിയുന്നതല്ലേ. പക്ഷെ ആരും അറിയാതെ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും ആ ഒരു പണമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാക്കുക എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. മാത്രമല്ല, ഹേനെ കണ്ട സമയത്തും മുത്തശ്ശൻ ഒരു ഷെൽട്ടറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും യുദ്ധമൊക്കെ വരുന്ന സമയത്ത് ഇവിടെയുള്ള ഷെൽട്ടറിൽ വന്ന് ഒളിച്ചിരിക്കുവാനായിട്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞത്. സ്വബോധത്തോടു കൂടിയാണ് മുത്തശ്ശൻ അത് പറഞ്ഞു എന്ന വിശ്വാസമൊക്കെ ഹെയ്നുള്ളത് കൊണ്ട് തന്നെ ഹെയ്നും അതിനെക്കുറിച്ചൊക്കെ വീട്ടുകാരുടെ അടുത്തും പറയുന്നു. അങ്ങനെ ഇരിക്കെ അച്ഛനും എപ്പോഴും മുത്തശ്ശൻ ഒരു പാനിക് റൂമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അത് എവിടെയാണ് ഉള്ളതെന്ന കാര്യം നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല. ഒരു പക്ഷെ മുത്തശ്ശൻ പറഞ്ഞ ആ ഒരു പാനിക് റൂമിലൊക്കെ ആയിരിക്കുമോ ഈ ഒരു പണവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെയാണ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ ഉൻസെങ്ങും സോൽഹിയും ഇപ്പോൾ പണം വീട്ടിലാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി അതെവിടെ ആയിരിക്കും എന്നൊക്കെ സംശയിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു നേരത്തെ സൂചോളും ഒരു പാനിക് റൂമൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഉൺസിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഉൺസിങ്ങും ഓർക്കുന്നത്. ഒളിഞ്ഞിരുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരെ കണ്ടെത്തുവാനായിട്ട് രാത്രി ഇപ്പോൾ മൂവർ സംഘമൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ഒരു കാറും അവരുടെ മുമ്പിലായിട്ടൊക്കെ വന്ന് നിർത്തുന്നത്. ആ ഒരു ടാക്സിയിൽ നിന്നും ഇറങ്ങിയതാകട്ടെ ഡാഹയായിരുന്നു. ബുദ്ധന്റെ പ്രതിമയും കുഞ്ഞിനെയുമായിട്ട് നിൽക്കുന്ന ഡാഹയെ കാണുമ്പോഴത്തേക്കും സൂചോളും ആകെ ഇമോഷണൽ ആകുകയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിനും അപ്പാർട്ട്മെന്റിനും ചെലവായ തുക ഒഴികെ ബാക്കി എല്ലാ തുകയും ഡാഹയും ഇപ്പോൾ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പുതിയതായിട്ട് മേടിച്ച അപ്പാർട്ട്മെന്റ് ഒക്കെ വിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തുകയും കൂടി നൽകാമെന്നാണ് ഡാഹയും പറയുന്നത്. നീ ഞങ്ങളെ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് തള്ളിയിട്ടത്, അതുകൊണ്ട് തന്നെ നിന്നെയോ ആ ഒരു കുഞ്ഞിനെയോ ഞങ്ങൾക്ക് ഇനി കാണുകയോ ചെയ്യേണ്ടെന്നൊക്കെയാണ് അമ്മയും പറയുന്നത്. പക്ഷെ സൂചോളാകട്ടെ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇത് നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഇവൻ എന്റെ കുഞ്ഞാണ്, ഞാൻ താരാട്ടുപാട്ട് പാടി ഉറക്കിയ കുഞ്ഞാണ്, ഞാനാണ് അവനെ കുളിപ്പിക്കുന്നതും, അവനാകട്ടെ അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ഛ എന്നായിരുന്നു എന്നെ നോക്കി വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് കൂടി അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് സൂചോളും ഡാഹനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ഡാഹയ ഇപ്പോൾ ചുൻഹുനെ കുറിച്ച് കൂടി സംസാരിക്കുകയാണ്. അതായത് ഡാഹയുടെ ഹസ്ബൻഡിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അയാളാകട്ടെ നിനക്കെതിരായിട്ട് വലിയൊരു ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിന്നെ പെടുത്തുന്ന രീതിയിലാണ് അയാൾ എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യമൊക്കെ നിന്നോട് പറയുവാനായിട്ടായിരുന്നു ഞാനും തിരികെ എത്തിയത്. നിന്നെ പോലുള്ള ഒരു വ്യക്തിനെ വിവാഹം കഴിക്കുമ്പോഴത്തേക്കും നീ എന്നെ ഇത്രത്തോളം കെയർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്റെ ജീവിതത്തിൽ എന്നെ ആരും ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ഒരിക്കൽ കൂടി നീ എന്നെ വിട്ടു പോകുമോ എന്നൊക്കെ സൂചോളം അവളോട് ചോദിക്കുന്നു. പക്ഷെ അവൾക്കും അവനില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നിച്ചിനെ ജീവിക്കാമെന്ന് അവനും പറയുകയാണ്. ഡാഹയും ബുദ്ധന്റെ ഒരു പ്രതിമയും പിടിച്ചുകൊണ്ട് അർദ്ധരാത്രി വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയൊന്നും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നെല്ലാം ഒരാൾ പറയുമ്പോഴത്തേക്കും മറ്റൊരാളാകട്ടെ ആ ബുദ്ധന്റെ പ്രതിമയൊക്കെ ശരിക്കും ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതാണോ എന്നും കൂടി ചോദിക്കുന്നു. ഞങ്ങൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അവളെ കാണുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അവളുടെ അടുത്ത് പെരുമാറണോ അതോ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറണോ? അവളെ സ്നേഹിക്കണോ അതോ സ്നേഹിക്കാതിരിക്കണോ എന്ന സംശയത്തിലാണ് ഞങ്ങൾ ഉള്ളതെന്നൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സ് പറയുമ്പോഴത്തേക്കും ചേച്ചിയും എനിക്കും അതേ സംശയമൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ ഒന്ന് വാച്ച് ചെയ്യാം, പിന്നീട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്നാണ് ചേച്ചിയും നിർദ്ദേശിക്കുന്നത്. ഹെയ്നും മേശയിൽ മോതിരമൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊന്ന് ഇട്ടു നോക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഹിൻവോ തിരിച്ച് റൂമിലേക്കൊക്കെ കടന്നു വരുന്നത്. പക്ഷെ അവളും പെട്ടെന്ന് കൈ മാറ്റി വെക്കുന്നതല്ലാതെ ആ ഒരു മോതിരം ഒന്ന് ഊരുവാനായിട്ട് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അവനും ആ ഒരു ബോക്സ് ഒക്കെ എടുത്തതിന് ശേഷം ഈ ഒരു മോതിരമൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് പോകുകയാണെന്ന് അവളോടും പറയുന്നു. അതേസമയം ആ ഒരു മോതിരമൊക്കെ ഉണ്ടായിരുന്നത് അവളുടെ കയ്യിലാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തിരികെ വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന മോതിരമൊക്കെ ആ ഒരു ബോക്സിന്റെ അകത്ത് വെക്കുകയാണ്. അവനും എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ അതിശയിച്ച് നിൽക്കുന്നു. ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ആ ഒരു മോതിരം ഒന്ന് എടുത്തു നോക്കിയതാണ്. അതിലുള്ള ഡിസൈനും പുതിയൊരു ട്രെൻഡ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടു നോക്കി. ആ മോതിരം എനിക്ക് നന്നായി ചേരുന്നുമുണ്ടായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഹെയ്നും അവനോട് പറയുന്നു. നീ നന്നായി തന്നെ മോതിരം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ല എങ്കിൽ ഈ ഒരു മോതിരം ഇവിടെ തന്നെ വെച്ചേക്കട്ടെ എന്നൊക്കെയാണ് ഹിനുവും ചോദിക്കുന്നത്. അവളും മൊത്തത്തിലൊന്നും ചമ്മി അവിടെ നിന്നും പോകുന്നുണ്ടെങ്കിൽ പോലും അവനും ഈ മോതിരം ഞാൻ തിരികെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെക്കുന്നു. ഹിനു ഇപ്പോൾ ഫ്രണ്ടിന്റെ അടുത്ത് ആ ഒരു പാനിക് റൂമിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഫ്രണ്ടും അത് പണ്ടത്തെ ആളോടൊക്കെ ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും അങ്ങനെ ഒരാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നും അയാളുടെ മകനോട് ചോദിച്ചപ്പോഴത്തേക്കും അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയിക്കുകയും ഇല്ല എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞെന്ന കാര്യമൊക്കെ ഹ്യുനുവും ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ ഹ്യുനുവിന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു ആർക്കിടെക്റ്റിനൊക്കെ അവനും പോയി കാണുകയാണ്.
പെട്ടെന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു പാനിക് റൂമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നതെങ്കിൽ അവളെ പ്രത്യേകമായിട്ട് കാണേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആ ഒരു ആർക്കിടെക്ട് വഴി ഹ്യുൻവുവും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ചില പൈപ്സിനെ കുറിച്ചും മറ്റുമൊക്കെ ആയിരുന്നു അവരും പറയുന്നത്. പക്ഷെ ഫ്ലോറിന്റെ പ്ലാനുകളിൽ ഒന്നും തന്നെ ആ ഒരു പൈപ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പാനിക് റൂം ബേസ്മെന്റിനെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ലിഫ്റ്റിൽ തന്നെ ആയിരിക്കുമെന്നൊക്കെയാണ് ഹ്യുൻവുവും സംശയിക്കുന്നത്. ഉൻസെങ് ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയ സമയത്ത് ആ ഒരു ലിഫ്റ്റൊക്കെ മൊത്തത്തിലൊന്ന് നോക്കുന്നുമുണ്ട്. അതായത് ലിഫ്റ്റിന് മറ്റൊരു ഡോറൊക്കെ ഉണ്ടായിരിക്കാമെന്നാണ് അവരും സംശയിക്കുന്നത്. ഇത്രയും കാലം ലിഫ്റ്റ് തുറക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ ആയിരുന്നല്ലോ തുറന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീടിനുള്ളിലേക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കുവാനും സാധിക്കുമായിരുന്നു. പക്ഷേ ഏതോ ഒരു വിദ്യയിലൂടെ ലിഫ്റ്റിന്റെ ബാക്ക് ഡോർ തുറക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൂമിലേക്കൊക്കെ ആയിരിക്കും എത്തിച്ചേരുക എന്നാണ് ഇപ്പോൾ എല്ലാവരും തന്നെ സംശയിക്കുന്നത്. അങ്ങനെയിരിക്കെ ഉൻസെങ്ങും വീട്ടിൽ എവിടെയെങ്കിലും അതുപോലത്തെ ഒരു സീക്രട്ട് ആയിട്ടുള്ള റൂം ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് കുറച്ച് ടെക്നീഷ്യൻസിനെ മറ്റും വിളിപ്പിച്ചിരിക്കുകയാണ്. അവരും പരിശോധനയൊക്കെ നടത്തുന്നു. നമുക്ക് വീട്ടിൽ പോയി പരിശോധിച്ചാലോ എന്നൊക്കെ ആന്റി ചോദിക്കുന്നുണ്ടെങ്കിലും സൊൽഹീൻ ടീമും വലിയ രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഒക്കെയാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു രീതിയിലും വീട്ടിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ സംശയിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് മുത്തശ്ശനെ നോക്കുന്ന ഡോക്ടറും മുത്തശ്ശൻ ശരിക്ക് സമയത്ത് മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന കാര്യമൊക്കെ ഹ്യൂൻ മുനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെൽഹീം ടീമും മുത്തശ്ശനെ നന്നായി നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോലീസുമായിട്ട് നാളെ തന്നെ വീട്ടിലേക്ക് ചെല്ലാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വീട്ടിൽ പരിശോധന നടത്തുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ഹ്യുനുവും അറിയിക്കുന്നത്. പതിവുപോലെ അന്ന് രാത്രി മുത്തശ്ശന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ആ മരുന്ന് കഴിക്കാതെ അതൊക്കെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു കാഴ്ചയൊക്കെ സോൽഹീം കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയ്ൻ വന്നിട്ട് പോയതിനു ശേഷം നിന്റെ ഉള്ളിൽ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുവെന്ന കാര്യം എനിക്ക് നന്നായി തന്നെ മനസ്സിലായെന്ന് സോൽഹിയും മുത്തശ്ശനെ അറിയിക്കുന്നു. നിനക്കാകട്ടെ ശരിക്കും നടക്കുവാൻ പോലും സാധിക്കുകയില്ല. ആരെയും കോൾ ചെയ്യുവാനും സാധിക്കുകയില്ല. ഈ ഒരു സിറ്റുവേഷനൊക്കെ ശരിക്കും നരകം പോലെയൊക്കെ നിനക്ക് തോന്നുന്നില്ലേ? മര്യാദയ്ക്ക് ഞാൻ തരുന്ന മരുന്നും കഴിച്ച് എവിടെയെങ്ങാനും നിനക്ക് ഉറങ്ങിക്കിടന്നാൽ പോരായിരുന്നോ? എന്തിനാണ് ഇത്രയ്ക്ക് വലിയ സാഹസമൊക്കെ കാണിക്കുവാനായിട്ട് പോകുന്നതെന്നാണ് സോൽഹി ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം മുതലേ നീ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ കൈക്കലാക്കുവാനായിരുന്നോ എന്നൊക്കെ ചെയർമാനും സൊൽഹിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ നിന്നോടുള്ള ദിവ്യമായിട്ടുള്ള പ്രേമം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലുമല്ല. എന്റെ മനസ്സെല്ലാം തന്നെ ഈ ഒരു സ്വത്തിലും മറ്റും ആയിരുന്നു എന്നൊക്കെ സോലിഹിയും പറയുന്നു. എന്തായാലും നിനക്ക് നിന്റെ മക്കളെ ഒന്നും കൂടി കാണുമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയാണ് ആ ഒരു പണമൊക്കെ സൂക്ഷിച്ചു വെച്ചതെന്ന് എന്നോട് പറയുവാനായിട്ടായിരുന്നു സോലിഹിയും പറയുന്നത്. അന്ന് രാത്രി മുത്തശ്ശൻ കിടന്നുറങ്ങിയതിനു ശേഷം കുറച്ചു കഴിയുമ്പോഴേക്കും എണീക്കുന്നു. പിന്നീട് ഹെയ്ൻ കൊടുത്ത പേനയില് എന്തോന്നും പറഞ്ഞതിന് ശേഷം സ്റ്റെപ്പിന്റെ ഒക്കെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും മുത്തശ്ശൻ താഴേക്കും വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല. മുത്തശ്ശൻ ശരിക്കും ആത്മഹത്യ ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ട് എല്ലാവരും തന്നെ തിരിച്ചെത്തുന്നുണ്ട്. പക്ഷെ അവർ എത്തുമ്പോഴത്തേക്കും വലിയൊരു ആൾക്കൂട്ടവും ആംബുലൻസും മറ്റുമൊക്കെ ആയിരുന്നു അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകാതെ പലരും അവിടേക്കൊക്കെ ഓടിച്ചെല്ലുന്നു. വ്യോംച ഓടിച്ചെന്ന് മുഖമൊക്കെ നോക്കുമ്പോഴത്തേക്കും ആംബുലൻസിലേക്ക് കയറ്റുന്നത് വ്യോംചയുടെ അച്ഛനെയാണെന്നുള്ള കാര്യമൊക്കെ വ്യോംചയും മനസ്സിലാക്കുകയാണ്. അച്ഛനോട് എണീക്കുവാനൊക്കെ വ്യോംചയും കുറെ തവണ പറയുന്നു. ഹെയിന്റെ അച്ഛനും അതൊക്കെ കണ്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ചെയർമാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോഴാകട്ടെ ചെയർമാനും മരണപ്പെട്ടിരിക്കുന്നു. ആ ഒരു അടക്കൊക്കെ കൂടുവാനായിട്ട് എല്ലാവരും തന്നെ എത്തിയിരിക്കുകയാണ്. മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമായിരുന്നല്ലോ സോൽഹിക്ക് അവകാശമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുത്തശ്ശൻ മരിച്ചതുകൊണ്ട് തന്നെ സോൽഹിക്ക് ആ ഒരു അവകാശം എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെയ്നും ഫാമിലിയും ഇപ്പോൾ വണ്ടിയിൽ മുത്തശ്ശന്റെ അടുക്കൊക്കെ കൂടുവാനായിട്ട് എത്തുന്നു. മുത്തശ്ശന്റെ ഫോട്ടോയുമായിട്ട് തിരികെ എത്തുന്ന സമയത്താകട്ടെ സോൽഹിനെ കാണുന്ന ആന്റിയും എത്രയും വേഗം വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെയാണ് സോൽഹിയുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചർച്ച ചെയ്യുവാനായിട്ട് പാടില്ല. മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹിച്ച് പണിതൊരു വീടല്ലേ ഇത്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് മുത്തശ്ശനെ വീടൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ടായിരുന്നു സോൽഹിയും പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പൈപ്പൊക്കെ തുറക്കുമ്പോഴത്തേക്കും അതിനകത്തും ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അവരും സ്വിച്ച് തുറക്കുമ്പോഴത്തേക്കും രഹസ്യമായിട്ടുള്ള മറ്റൊരു മുറിയിലേക്കൊക്കെ വാതിലും തുറക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എൻഡ് സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഹ്യുൻവുവും ബീച്ചിലൊക്കെ പോയ സമയത്ത് ഒരു കുട്ടി അപകടത്തിൽ പെട്ടു എന്നൊക്കെ അറിഞ്ഞ് പലരും ഹെന്റെ പേരൊക്കെ വിളിക്കുന്നത് ഹ്യുൻവുവും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹ്യുൻവു ആയിരുന്നു മരിക്കുവാൻ പോയിട്ടുണ്ടായിരുന്ന ഹെയിനെ വെള്ളത്തിൽ നിന്നും രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഹ്യുൻവുവും ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഹെയ്നെ കാണിക്കുമ്പോഴത്തേക്കും ഹെയ്ന്റെ സഹോദരന്റെ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുപോകുകയാണ്. ഈ ഒരു സമയത്ത് ഹെയ്ന്റെ അമ്മയും കൂടെ പോകുന്നു. അതേസമയം ഹെയ്ൻ അവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും അവർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അവളെ തനിച്ചാക്കിയിട്ടാണ് അവരും പോകുന്നത്.
ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.